ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊമെൻ്റ് ഓഫ് എ ഫോഴ്സ് എന്താണെന്നാണ്. എൻജിനീയറിംഗ് മെക്കാനിക്സ് എടുക്കുമ്പോൾ അതിലോട്ട് നമ്മൾ ബീം പോലുള്ള ഏതെങ്കിലും സ്റ്റാറ്റിക് സ്ട്രക്ചറുകളിലോട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന മൊമെൻറ്റ്, ഈ ഫോഴ്സ് മൂലം ഈ സ്ട്രക്ചറിൽ ഒരു മൊമെൻ്റ് ഉണ്ടാകും. ഈ മൊമെൻറ്റിനെ നമ്മൾ ഈ ബീമിലുള്ള ഏതെങ്കിലും ഒരു ആക്സിസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിനോ വിത്ത് റെസ്പെക്റ്റുമായിട്ട് ആ മൊമെൻ്റ് കണ്ടുപിടിച്ചുകൊണ്ട് ഈ സ്റ്റാറ്റിക് സ്ട്രക്ചറുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ മൊമെൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ബീമിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിന് അല്ലെങ്കിൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റുമായിട്ട് ആ ഫോഴ്സ് മൂലം ഈ ബീമിന് ഒരു റൊട്ടേഷൻ ഉണ്ടാവും, ഒരു കറക്കം. ആ റൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലോട്ട് ഈ ഒരു ലോഡ് ആകുമ്പോൾ ഈ ബീം ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തിരിച്ച് ഇങ്ങനെ ഒരു ഫോഴ്സ്, ഒരു റൊട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബെൻഡിങ്ങിനെ ഈ ബീമിന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റൊട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമെൻ്റ്. ഇനി ഈ മൊമെൻ്റ് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി മൊമെൻ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, ഈ നമ്മുടെ ബീമിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ് എത്രയാണോ അളവ്, അതിനെ ആം ഓഫ് ഫോഴ്സിനെ നമ്മൾ മൊമെൻ്റ് ആം എന്ന വേറൊരു പേരും കൂടെ വിളിക്കും. ആ ആം ഓഫ് ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് അറിയാം, പക്ഷേ ആം ഓഫ് ഫോഴ്സ് എന്താണെന്ന് അറിയില്ല. ഇനി അതെന്താണെന്ന് നോക്കാം. ആം ഓഫ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും മൊമെൻ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് കടന്നു പോകുന്ന ആ പാതയെയാണ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ പാതയും മൊമെൻ്റ് സെൻറ്ററും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൽ മൊമെൻ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. മൊമെൻ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിൻറ്റിന് എബോട്ടായിട്ടാണോ നമ്മൾ ആ മൊമെൻ്റ് മെഷർ ചെയ്യാൻ നോക്കുന്നത്, അതിനെയാണ് നമ്മൾ മൊമെൻ്റ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ നമ്മൾ ഈ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഈ ബീമിലോട്ട് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സാണ്. ഈ ഫോഴ്സ് സഞ്ചരിക്കുന്ന ഈ പാതേനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ മൊമെൻ്റ് ഒ എന്ന് പറയുന്ന ഒരു പോയിൻറ്റിന് വിത്ത് റെസ്പെക്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒയിനെ നമ്മൾ മൊമെൻ്റ് സെൻറ്റർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടുത്തെ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മൊമെൻ്റ് സെൻറ്ററും ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആം ഓഫ് ഫോഴ്സ്. എടുക്കുന്ന ഫോഴ്സിനെ നമ്മൾ ന്യൂട്ടണിലും ആം ഓഫ് ഫോഴ്സ് മീറ്ററിലുമാണ് എടുക്കണമെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒക്ക് വിത്ത് റെസ്പെക്റ്റുമായിട്ട് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള. ഈ മൊമെൻ്റ് ഒക്ക് വിത്ത് റെസ്പെക്റ്റുമായിട്ടുള്ള മൊമെൻ്റ് ആയിട്ട് നമുക്കതിന് എം ഒ എന്നെടുത്ത് ഈ എഫും ഫോഴ്സിനെ ആം ഓഫ് ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൊമെൻ്റ് സെൻറ്റർ കിട്ടുന്നത്. അപ്പോൾ എഫ് ഇൻറ്റു ഇവിടുത്തെ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒ ബി ആണ്. അപ്പോൾ എഫ് ഇൻറ്റു ഒ ബി. ഇനി നമ്മളിവിടെ ഒരു തീറ്റയുണ്ട്, സൈൻ തീറ്റ എടുക്കുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഒ ബി ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഒ എ. അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് ഒ എ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ M0 എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഒ എ സൈൻ തീറ്റ എന്നായിരിക്കും. അതുപോലെ ഈ മൊമെൻ്റ്
നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണോ മൊമെൻ്റ് എടുക്കുന്നത്, അതായത് ആ മൊമെൻ്റ് സെൻറ്റർ ഏതാണോ അതിനനുസരിച്ച് മൊമെൻറ്റുകൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആകും. ഇപ്പം നമുക്ക് ഈ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഈ ബീമിൽ ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബീം ഇങ്ങനെ താഴോട്ട് ഓടിയും. അപ്പോൾ ഇതിനെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതേപോലെ ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താരുന്ന ഇതിനെ തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ മൊമെൻറ്റിന് ക്ലോക്ക് വൈസ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറഞ്ഞ് രണ്ട് ഡയറക്ഷൻ, നമ്മൾ ഏത് മൊമെൻറ്റ് സെൻറ്ററാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്.